بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം പറഞ്ഞു, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അഥവാ ദീനിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനം ഹബ്ബുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹബ്ബാണ് എന്ന് പറഞ്ഞു. അതിന്റെ അനന്തരഫലമായിട്ടാണ് അവന് ജീവിതത്തിൽ ബാക്കിയുള്ള നന്മകൾ നേടാൻ സാധിക്കുക. അള്ളാഹു നഷ്ടപ്പെട്ടാൽ അതിന് പകരം മറ്റെന്തുണ്ടായിട്ടും അവന് അതിന് പകരമാകില്ല എന്നീ കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്തത് പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, വകുല്ലു ഹറകത്തിൻ ഫിൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി ഫഅസ്ലുഹാ അൽ മഹബ്ബത്തു. ഈ ആകാശഭൂമികൾക്കിടയിൽ, ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ എന്തെല്ലാം ചലനങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം മഹബ്ബത്താണ്, അതിന്റെ എല്ലാം അടിസ്ഥാനം ഹബ്ബാണ്. ഫഹിയ ഇല്ലതുഹൽ ഫാഇലിയ്യ വൽ ഗായിയ്യ. ആ പ്രവർത്തനം നടക്കാനുള്ള കാരണവും അതെന്തിനു വേണ്ടിയാണോ നടക്കുന്നത് അതെല്ലാം മഹബ്ബത്താണ് എന്നത്. വദാലിക ലിഅന്നൽ ഹറകാതി സലാസതു അൻവാ. കാരണം ഒരു ചലനങ്ങൾ എന്നുള്ളത് മൂന്ന് രീതിയിലാണ് ഉണ്ടാവുക. ഹറകത്തുൻ ഇഖ്തിയാരിയത്തുൻ വ ഇറാദിയത്തുൻ. ഒരു ചലനം എന്ന് പറഞ്ഞാൽ ഒരാൾ തീരുമാനിച്ച് അവന്റെ ഉദ്ദേശപൂർവ്വം അവൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം. രണ്ട്, വഹറകത്തുൻ തബീഇയ്യത്തുൻ, പ്രകൃതിയാ ഉണ്ടാകുന്ന എന്തെങ്കിലും ചലനങ്ങൾ. മൂന്ന്, വഹറകത്തുൻ ഖസരിയ്യത്തുൻ, നിർബന്ധിതമായിട്ട് ഉണ്ടാകുന്ന ഒരു നിർബന്ധിച്ച് ചെയ്യുന്ന ചലനങ്ങൾ. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ചലനങ്ങളാണെങ്കിലും ഇതിനെല്ലാം അടിസ്ഥാനം മഹബ്ബത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ തബീഇ ആയിട്ടുള്ള രീതിയെ പറഞ്ഞാല് സുക്കൂന, അവൻ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവന്റെ ഏതെങ്കിലും അവയവം ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവൻ ചലിക്കുന്നുണ്ടെങ്കിൽ, അത് ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം മഹബ്ബത്താണ്. അവൻ ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി അത് വെറുപ്പുള്ള ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നതെങ്കിൽ കൂടി അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും വെറുപ്പുള്ള ഒരു കാര്യം അവൻ ചെയ്യുന്നത്. എല്ലാത്തിന്റെയും അടിസ്ഥാനം മഹബ്ബത്താണ്. അപ്പോ അത് മനുഷ്യന്റെ കാര്യം മാത്രമല്ല. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ എന്താ, ഒരു മുഅ്മിനായ നിലക്ക് അള്ളാഹുവിനോടുള്ള ഉണ്ടായിരിക്കേണ്ട ഹബ്ബിന്റെ കാര്യമാണ്. എന്നാൽ ഈ ആകാശഭൂമികൾക്കിടയിൽ നടക്കുന്ന എന്തെല്ലാം ചലനങ്ങളുണ്ടോ അതിന്റെ എല്ലാം കാരണം മഹബ്ബത്താണ്. എന്താണ് കാരണം? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ സബത ഹാദാ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അഥവാ മനുഷ്യന്റെ ആവട്ടെ ചലനങ്ങളെല്ലാം കാരണം മഹബ്ബത്താണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, فما في السماوات والأرض وما بينهما من حركات الأفلاك والشمس والقمر والنجوم والرياح والسحاب والمطر والنبات وحركات الأجنة في بطون أمهاتها. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകാശഭൂമികളിൽ നടക്കുന്ന എന്തെല്ലാം ചലനങ്ങൾ, സൂര്യന്റെ ആവട്ടെ, ചന്ദ്രന്റെ ആവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, കാറ്റാവട്ടെ, മേഘങ്ങളാവട്ടെ, മഴയാവട്ടെ, ചെടികളാവട്ടെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ചലിക്കുന്നതാവട്ടെ, فإنما هي بواسطة الملائكة المدبرات أمرا والمقسمات أمرا. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതിനിടയിൽ അല്ലാഹു തആല ജോലി ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്ന് ഓരോരുത്തർക്കും ജോലി ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളെ കൊണ്ടാണ്. അവരെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. കാര്യങ്ങളുടെ മുദബ്ബിറാത്തുകളായിട്ട് കാര്യം നടത്താൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളെയാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും. كما دل على ذلك نصوص من القرآن والسنة في غير موضع. ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അത് വ്യക്തമായിട്ടുണ്ട്. والإيمان بذلك من تمام الإيمان بالملائكة. ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മലക്കുകളിലുള്ള വിശ്വാസത്തെ പൂർണ്ണമാക്കുന്നത്. മലക്കുകളിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മലക്കുകൾക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ അറിയിച്ചിട്ടുള്ളത് വിശ്വസിക്കണം. അപ്പൊ അത് പൂർണ്ണമാകുന്നത് ഇതിലൂടെയാണ്. فإن الله وكل بالرحم ملائكة. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടിയുടെ കാര്യം അത് ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. വബിൽ ഖത്രി മലായിക, മഴയുടെ കാര്യം മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വബിൻ നബാതി മലായിക, ചെടികൾ മുളപ്പിക്കുന്നത് മലക്കിനെ ഏൽപ്പിച്ച ജോലിയാണ്. വബിൽ റിയാഹി മലായിക, കാറ്റിന്റെ കാര്യം ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വബിൽ അഫ്ലാഖി വശംസി വൽ ഖമരി വൻ നുജൂമി മലായിക, സൂര്യനും ചന്ദ്രനും മറ്റുള്ള ഗ്രഹങ്ങളും അതെല്ലാം മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, അപ്പൊ നരകത്തിന്റെ കാവൽക്കാരായിട്ട്, പിന്നെ സ്വർഗ
സ്വർഗത്തിന്റെ കാവൽക്കാരായിട്ട്, ഉയർത്തെഴുന്നേൽപ്പ് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതായിട്ട്, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിഅമത്തുകൾ അവർക്ക് പണിയെടുക്കുന്നവരായിട്ട്, നരകത്തിൽ ശിക്ഷ ഏൽപ്പിക്കുന്നവരായിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ ആ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനുള്ള ഇബാദത്തായിട്ടാണ്. കാരണം ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ആയത്തിൽ കാണാം, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടല്ലാതെ ആ മലക്കുകൾ ഇറക്കുന്നില്ല. ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയ, എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നതാണ്. അതുപോലെ തന്നെ വകം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅ, എത്ര മലക്കുകളുണ്ട് ആകാശലോകത്ത്, അവരെ ശുപാർശ ഒരു ഉപകാരവും ചെയ്യുന്നില്ല. ഇല്ലാ മിൻ ബഅദി അയ്യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർളാ, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കല്ലാതെ. അപ്പൊ ഈ മലക്കുകൾക്ക് ഒരുപാട് ജോലികളും മലക്കളെ അള്ളാഹു തആല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്, അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്ന ഭാഗമായിട്ടാണ് മലക്കൾ ഈ ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എല്ലാ ചലനങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വഇദാ അറഫ്ത ദാലിക് ഫജമീഉ തിൽകൽ മഹബ്ബാതി വൽ ഹറകാതി വൽ ഇറാദാതി വൽ അഫ്ആൽ ഹിയ ഇബാദത്തുൻ മിൻഹും ലിറബ്ബിൽ അർളി വസ്സമാവാത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. എന്താണ്? മലക്കുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഇഷ്ടങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. വജമീഉൽ ഹറകാത്തി തബീഇയ്യ വൽ ഖസ്രിയ്യ താബിഅത്തുൻ ലഹു, അപ്പൊ അവര് ബാക്കിയുള്ള എന്തെല്ലാം ചലനങ്ങൾ അവർക്കുണ്ടോ അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ്. ഫലൗലാ അൽ ഹുബ്ബ് മാ ജാറത്തിൽ അഫ്ലാഖ്, അപ്പോ ഇബാദത്ത് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് അതിന്റെ അടിസ്ഥാനം. ആ ഹുബ്ബില്ലായിരുന്നുവെങ്കിൽ ഈ ആകാശഭൂമികളിൽ ഒരു ചലനം ഉണ്ടാവില്ല, സൂര്യനോ ചന്ദ്രനോ ചലിക്കില്ല. വലാ തഹറകത്തിൽ കവാകിബ് വന്നീറാൻ, നക്ഷത്രങ്ങൾ ചലിക്കില്ല. വലാ ഹബ്ബത്തി ദിയാഹുൽ മുസഖറാത്ത്, കാറ്റ് വീശുമായിരുന്നില്ല. വലാ മർറത്തി സുഹബുൽ ഹാമിലാത്ത്, മഴമേഘങ്ങളെ കൊണ്ട് ആ മേഘങ്ങൾ ചലിക്കുമായിരുന്നില്ല. വലാ തഹറകത്തിൽ അജ്നതു ഫീ ബുതൂനിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ആ ശിശു അത് ചലിക്കുകയില്ല. വ്യത്യസ്ത ചെടികൾ മുളക്കുമായിരുന്നില്ല. ഈ ആകാശഭൂമികളൊന്നും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുമായിരുന്നില്ല. മറ്റുള്ള സൃഷ്ടികളെല്ലാം, കാരണം എല്ലാ സൃഷ്ടിയും ജന്തുജീവജാലങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. ഈ ലോകത്ത് നടക്കുന്ന എന്തെല്ലാം ചലനങ്ങളുടെ അടിസ്ഥാന കാരണം എന്നുള്ളത് അള്ളാഹുവിനുള്ള ഹുബ്ബാണ്. കാരണം ഏത് ചലനവും മലക്കുകളാണ് ഏൽപ്പിക്കപ്പെട്ടത്. ആ മലക്കുകൾ അത് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദു വമ ഫീഹിൻ, ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നുണ്ട്. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യാത്ത ഒന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. ഇവിടെ പറഞ്ഞ വിഷയം ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നേരത്തെ പറഞ്ഞു, മുഅ്മിന്റെ അവസ്ഥയൊക്കെ. എന്നാൽ ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു ചലനവും, ഒരു ചെടി മുളക്കലാവട്ടെ അല്ലെങ്കിൽ മഴ പെയ്യലാവട്ടെ, എന്തൊരു ചലനത്തിന്റെയും അടിസ്ഥാന കാരണം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് എന്നതാണ്. അപ്പോ ഏതൊരു ജീവനുള്ള ഒരു വസ്തുവിനും ഹുബ്ബ് ഉണ്ടാകും, ഇറാദത്ത് ഉണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉദ്ദേശം ഉണ്ടാകും. അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞത്, ലൗ കാന ഫീഹാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എല്ലാം ഫസാദായി പോകുമായിരുന്നു. ആകാശഭൂമികളുടെ എല്ലാ കാര്യങ്ങളും ഫസാദായി പോകുമായിരുന്നു. കാരണം എന്താണ്? മറ്റൊരു ഇലാഹ് ഉണ്ടെങ്കിൽ ആ ഇലാഹിന്റേതായ ഹബ്ബ് ഉണ്ടാവും, ഇറാദത്തുകൾ ഉണ്ടാവും. അപ്പൊ രണ്ട് ഇലാഹുകളും കൂടി എന്താവില്ല, ഒരാൾക്ക് മറ്റൊന്നിനെ കീഴ്പ്പെടുത്തല്ലാതെ വഴി ഉണ്ടാവില്ല. ഒരാൾ പറയുന്ന രീതിയിലായിരിക്കണമെന്നില്ല മറ്റേ കാര്യം നടക്കേണ്ടത്, മറ്റേ ആൾ പറയുന്ന പോലെ ആവില്ല ഇയാളുടെ ഇഷ്ടം. അങ്ങനെ രണ്ടും കൂടി എന്താവും, കാര്യങ്ങളെല്ലാം അലങ്കോലമായി പോകുന്ന അവസ്ഥയുണ്ടാവുക. അത് ഇലാഹായിട്ട് ഒരാൾ ഉണ്ടായാൽ തന്നെ അങ്ങനെയാണ്. നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ നാടുകളിലെ രാജാക്കന്മാരും ഭരണാധികാരികളും വർദ്ധിക്കുന്നത് കൊണ്ടും ഈ അവസ്ഥയുണ്ടാവുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുകയാണ്, വാസുൽ ഫസാദിൽ ആലം, ഈ ലോകം ഫസാദാവാനുള്ള ഒരു കാരണം ഇന്നമാ ഹുവ ഫീ ഇഖ്തിലാഫിൽ മുലൂകി വൽ ഖുലഫാ,
ഒരു കുറഞ്ഞ പ്രദേശത്ത് തന്നെ ഒരുപാട് രാജാക്കന്മാരും നേതാക്കന്മാരും ഉണ്ടായിട്ടാണ്. വലിഹാദാ ലം യത്മഉ അഅദാഉൽ ഇസ്ലാം ഫീഹി ഫീ സമനിൻ മിനൽ അസ്മിനതി ഇല്ലാ ഫീ സമനി തഅദ്ദുദിൽ മുലൂക്കിൽ മുസ്ലിമീൻ വഖ്തിലാഫിഹിം. ഇസ്ലാമിക ലോകത്ത് ഒരൊറ്റ ഭരണാധികാരിയായിരുന്ന കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിന്റെ മേലെ വല്ലാതെ അധികാരം ചെലുത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ വ്യത്യസ്ത ഭരണാധികാരികളായിട്ട് വ്യത്യസ്തമായിട്ട് മാറിയപ്പോ ശത്രുക്കൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചു. കാരണം ഓരോ രാജാക്കന്മാരും അവരുടെ നാടുകളായിട്ട് ഒതുങ്ങി എന്നിട്ട് മറ്റൊന്നിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവർ മത്സരിക്കാൻ തുടങ്ങി. അതായത് ഇവിടെ പറയാനുള്ള കാരണം ഓരോ ആളുകൾക്കും ഓരോ ഇറാദത്തും മഹബത്തും ഉണ്ടാവും. അതിനനുസരിച്ച് അവർ മത്സരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് നടക്കില്ല? ഈ ലോകം അങ്ങനെ നിലനിൽക്കില്ല. ഇവിടെ ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കില്ല. അള്ളാഹു ഏകനായതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ നടക്കുന്നത്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ, അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ, കമാ യഖൂലൂൻ, ഈ മുശ്രിക്കീങ്ങൾ പറയുന്നത് പോലെ, ഇദല്ല ബതഗൗ ഇലാ ദിൽ അർശി സബീല, ആ ഇലാഹ് പോലും അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ അർശിലേക്ക്, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി ഒരു വഴി തേടുമായിരുന്നു എന്ന് പറയാണ്. അതായത് അള്ളാഹു അല്ലാതെ ഇലാഹ് ഉണ്ടായാൽ അതെന്താവും? ഭൂമിയെ കുഴപ്പത്തിലാക്കും. എന്നിട്ട് മുശ്രിക്കീങ്ങളുടെ വാദം എന്താ? അല്ലാതെ ഇലാഹ് ഉണ്ട് എന്നാണല്ലോ. അപ്പൊ അതിന്റെ നിരർത്ഥകത അള്ളാഹു പറയാണ്, അല്ലാതെ ഒരു ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ അവര് അള്ളാഹുവിലേക്ക് ഒരു മാർഗം തേടില്ലാതെ വേറെ വഴിയില്ല. കാരണം അള്ളാഹു ഏകനായ ഇലാഹ് മാത്രമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം ഇവിടെ കൊടുക്കുകയാണ്, ലബ്തഗൗ ഇലൈഹി സബീലൻ ബിത്തഖർറുബി ഇലൈഹി വതഅതിഹി. ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഒരു സാമീപ്യം, അള്ളാഹുവിന് പുറമെ ഇലാഹ് അവര് പറയുന്ന പോലെ ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ ശുപാർശകരായിട്ട് അടുപ്പിക്കാൻ ആളായിട്ട് ആ രീതിയിൽ വേറൊരു ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ അവര് പോലും അള്ളാഹുവിലേക്ക് മാർഗം നേടുമായിരുന്നു. ഇവിടെ ശിർക്കിന്റെ നിരർത്ഥകത അറിയിക്കുന്ന ഒരു കാര്യം ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. കാരണം അള്ളാഹു അല്ലാതെ ഇലാഹ് ഉണ്ടെങ്കിൽ ആ ഇലാഹ് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടേണ്ടി വരും. കാരണം ഒരിക്കലും അവര് ഉണ്ടാവൂല, അവർക്ക് അങ്ങനെ ഇലാഹില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ തേടലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഖുർആനിൽ അള്ളാഹു തആല ഒരായത്തിൽ പറഞ്ഞു, സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്തിൽ പറയാണ്, മുശ്രിക്കീങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇലാഹുകളുടെ, അവരുടെ ഇലാഹുകളുടെ നിരർത്ഥകത പറയാണ്, ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബു വയർജൂന റഹ്മത വയഖാഫുന അദാബ. അവര് ഇബാദത്ത് ചെയ്യുന്ന ഇലാഹുകളുണ്ടല്ലോ, ആ വലിയകള്, സ്വാലിഹ്യങ്ങള്, നബിമാര്, അവര് പോലും അള്ളാഹുവിലേക്ക് ഒരു വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അവര് മുഖേന അള്ളാഹുവിലേക്ക് എടുക്കാൻ പറ്റുക? ആ നബിമാരും സ്വാലിഹ്യങ്ങൾ പോലും അള്ളാഹുവിലേക്ക് എടുക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിരിക്കുകയാണ്. എന്നാ അപ്പോഴാണ് ഈ ആളുകൾ അള്ളാഹുവിന് പുറമെ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയില്ല, അത് സാധിക്കുകയുമില്ല എന്ന് പറയാം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്തത് പറയുന്നത്, ഇനി ഈ മഹബത്തിന്, ഈ മഹബത്ത് എന്നുള്ള കാര്യത്തിന്, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്, പൊതുവെ ഹുബ്ബ് എന്നുള്ള കാര്യത്തിന് ലഹ ആസാറുൻ വതവാബിഉ വലവാസിമു അഹ്കാമുൻ, ആ മഹബത്ത് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഹുബ്ബ് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ അനന്തരമായി ഉണ്ടാകുന്ന മറ്റു ചില കാരണങ്ങളുണ്ട്. അത് നല്ല ഹുബ്ബാണെങ്കിലും ശരി, അഥവാ അള്ളാഹുവിനോടുമായി ബന്ധപ്പെട്ട ഹുബ്ബാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഷിർക്കിന്റെയും ഹറാമായ ഹുബ്ബാണെങ്കിലും, ഹുബ്ബ് ഒരാൾക്കുണ്ടോ അത് നിർബന്ധമാക്കുന്ന മറ്റു ചില കാരണങ്ങളുണ്ട്. ഒരാൾക്ക് ഒരാളോട് ഹുബ്ബ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന മറ്റു ചില കാര്യങ്ങൾ ഏതുപോലെയാണ്? മിനൽ വജ്ദി, അവർ പിന്നെ അതിയായ ഒരു അടുപ്പം, വദ്ദൗഖി ആസ്വാദനം, വഹലാവത്ത് മാധുര്യം, വശൗഖി അതിയായ ഒരു ആഗ്രഹം, വൽ ഉൻസ് അടുത്തൊരു ബന്ധം, വലിത്തിസാലി ബിൽ മെഹബൂബ് വൽ ഖുർബി മിൻഹു ആരോടാണോ ഇഷ്ടമുള്ളത് അയാളുമായിട്ട് എപ്പോഴും ബന്ധം നിലനിർത്താനും അടുക്കാനുമുള്ള ആഗ്രഹം, വലിൻഫിസാലി അൻഹു വൽ ബുഅദി മിൻഹു ചിലപ്പോ ദോഷമായിട്ട് അതിൽ നിന്ന് അകന്നു പോകുന്ന കാര്യങ്ങൾ, അതുപോലെ വൽ ഫർഹ് വസ്സുറൂർ സന്തോഷം ഉണ്ടാകും, വൽ ബുക്കായ് വൽ ഹുസ്ൻ ദുഃഖമുണ്ടാകും, ഒരു ഇഷ്ടം കൊണ്ട് ദുഃഖവും വിഷമങ്ങളും ഉണ്ടാവും. അപ്പൊ ഗുണമുള്ളതും ദോഷമുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ആഖിലായിട്ടുള്ള മനുഷ്യൻ എന്താ തിരഞ്ഞെടുക്കുള്ളൂ? അവന്റെ ഹുബ്ബ് കൊണ്ട് അവന് നേട്ടമുണ്ടാക്കുന്ന, അവന് ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങളെ, ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവൻ തിരഞ്ഞെടുക്കുള്ളൂ. അവന് ദോഷമുണ്ടാകുന്ന, അപകടമുണ്ടാകുന്ന ഒരു കാര്യം ഒരാൾ തിരഞ്ഞെടുക്കൂല. ഒരു ഇഷ്ടമുണ്ടാവുകയാണ്, ആ ഇഷ്ടം കൊണ്ട് അവൻ എന്താണോ നേട്ടമുണ്ടാകുന്നത് അതേ അവൻ തിരഞ്ഞെടുക്കുള്ളൂ.
അതല്ലാതെ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ദുനിയാവിലാവട്ടെ പരലോകത്തുമാവട്ടെ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവൻ തെരഞ്ഞെടുക്കില്ല. ഇനി അങ്ങനെ ഒരാൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് വേറൊരു ഇഷ്ടം കൊണ്ട് അവന് ദോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞിട്ടും അവനത് തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ് അതിന്. ഒന്ന്, ഇഅ്തിഖാദുൻ ഫാസിദുൻ, ഫസാദായ ഒരു വിശ്വാസം, പഴച്ചൊരു വിശ്വാസം. രണ്ട്, വഹവൻ മദ്മൂമുൻ, അല്ലെങ്കിൽ അവൻ പിൻപറ്റുന്ന അവന്റെ ഇച്ഛ, ആക്ഷേപകരമായിട്ടുള്ള ഇച്ഛ. ഈ കാരണം കൊണ്ട്, ഈ രണ്ട് കാരണം കൊണ്ടേ അവൻ അങ്ങനെ പോവുള്ളൂ. ഈ രണ്ട് കാരണങ്ങൾ ഏതാണ്? ഒന്ന് ശുഭത്താണ്, പഴച്ച വിശ്വാസം പറഞ്ഞ ശുഭത്താണ്. രണ്ട്, അവനെ കീഴൊതുക്കപ്പെടുന്ന ആക്ഷേപകമായിട്ടുള്ള ഷഹ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹവ എന്ന് പറഞ്ഞാൽ ഷഹ്വത്തുകളാണ്. ദീനിലുള്ള സംശയങ്ങൾ കൊണ്ടും അത് ദീനിൽ യഥാർത്ഥ വിശ്വാസമില്ലാത്തത് കൊണ്ടും ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ടും മാത്രമാണ് അവൻ എന്ത് ചെയ്യുകയുള്ളൂ? ഇതുപോലെയുള്ള അവന് ദോഷമുണ്ടാകുന്ന ഒരു ഹുബ്ബ് അവൻ തെരഞ്ഞെടുക്കുകയുള്ളൂ. ഇനി ഷഹ്വത്ത് എന്നുള്ളതോ, ഷഹ്വത്ത് ഒരുത്തന്റെ ശുഭത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഒരുത്തൻ കൂടുതൽ ഷഹ്വാനിയായ തിന്മകളിൽ മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ അഖ്ല് പഴക്കും. പിന്നെ അവനെ ഹക്കും ബാത്തിനും വേർതിരിച്ചറിയാൻ പറ്റൂല. ഹക്കാണെങ്കിൽ കൂടി അതിനെ തെറ്റായ രീതിയിൽ ന്യായീകരിച്ച് അവൻ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥയിലാണ് അവൻ അവസാനിക്കുക, അവൻ ആ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത് അത് ഹബ്ബിൽ നിന്നാണ് മനസ്സിലായി. ഈ മഹബത്ത് കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള അനുസരണം ഉണ്ടാകുന്നത്. അള്ളാഹു അല്ലാത്തവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അള്ളാഹുവിനുള്ള ധിക്കാരം ഉണ്ടാകുന്നത്. ഇതാണ് ആകത്തുക പറഞ്ഞതിന്റെ. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വഹാദാ ശഅ്നു കുല്ലി ഫിഅലിൻ തവല്ലദ അൻ തആഅത്തിൻ വമഅസിയ. ഇത് അനുസരണം കൊണ്ടോ അനുസരണക്കേടോ കൊണ്ടോ ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. فكل ما تولد من الطاعة فهو زيادة لصاحبه وقربة وكل ما تولد عن المعصية فهو خسران لصاحبه وبعد. അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രവർത്തനം എന്തൊരു കാര്യം ഉണ്ടായാലും അത് അവൻ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എന്തൊരു കാര്യവും അവൻ അള്ളാഹുവിനെ അകറ്റുന്നതായിരിക്കും. അതായത് നമ്മൾ അള്ളാഹിനെ അനുസരിച്ച് ഒരു കാര്യം ചെയ്തു, അതിന്റെ റിസൾട്ടായിട്ട് എന്ത് കാര്യം ഉണ്ടായാലും അത് നമുക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളൊരു അള്ളാഹിനെ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തു, അതിന്റെ അനന്തരഫലമായിട്ട് എന്ത് കാര്യം സംഭവിച്ചാലും അത് നമ്മൾ അള്ളാഹുവിലേക്ക് അകറ്റുന്ന കാര്യമായിരിക്കും. അതിന് ഉദാഹരണം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. സൂറത്ത് തൗബയിലെ 120-121 ആയത്ത് കൊടുക്കുകയാണ്. അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ, പരിശ്രമിക്കുന്ന ആളുകളുടെ കാര്യം പറയാണ്. ذَلِكَ بِأَنَّهُمْ لَا يُصِيبُهُمْ ظَمَأٌ وَلَا نَصَبٌ وَلَا مَخْمَصَةٌ فِي سَبِيلِ اللَّهِ. ആ ആളുകൾ, അവർ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് അവരനുഭവിക്കുന്ന ദാഹമോ ദുഃഖമോ വിഷമങ്ങളോ എന്തെങ്കിലും, അല്ലെങ്കിൽ വലാ യതഊന മൗതിയൻ യഗീദുൽ കുഫാർ, അവരൊരു കാലടി എടുത്തു വെച്ചിട്ട് അത് കുഫാറുകൾക്ക് ഭയം ഉണ്ടാക്കുന്ന, കുഫാറുകൾക്കെതിരെ ഒരു കാലടി എടുത്തു വെക്കുകയാണെങ്കിലും, വലാ യനാലൂന മിൻ അദുവ്വിൻ നൈല ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സാലിഹ്, അതുകൊണ്ട് എന്തുണ്ടായാലും അത് അവർക്കൊരു സൽക്കർമ്മമായിട്ട് രേഖപ്പെടുത്തും. അഥവാ അവർ ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തോ ആവട്ടെ, ചെറുതോ വലുതോ ആവട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്തൊരു കാര്യം കൊണ്ട് ശത്രുക്കൾ അനുഭവിക്കുന്ന വേദനകളാവട്ടെ, അത് യഥാർത്ഥത്തിൽ അവർക്ക് സൽക്കർമ്മമായി രേഖപ്പെടുത്തും. ഇന്നല്ലാഹു ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ പ്രതിഫലം അള്ളാഹു പാഴായി കളയില്ല. രണ്ടാമത്തെ പറയാണ് അതിന് തൊട്ടടുത്ത ആയത്തിൽ, വലാ യുൻഫിഖൂന നഫഖതൻ സഗീറതൻ വലാ കബീറതൻ, അവരൊരു ഒന്നും ചെലവഴിക്കുന്നില്ല, ചെറുതോ വലുതായിട്ടൊന്നും ചെലവഴിക്കുന്നില്ല. വലാ യഖ്തഊന വാദിയൻ ഇല്ലാ കുതിബ ലഹും ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ, അവരുടെ മേലെ രേഖപ്പെടുത്താതെ. ഇതെന്താ ഇപ്പൊ രണ്ടും പറഞ്ഞതിൽ വ്യത്യാസം എന്താ? ആദ്യം പറഞ്ഞു അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അവർ അനുഭവിക്കേണ്ടി വന്നതൊക്കെ നന്മയായി രേഖപ്പെടുത്തും, അമലുസാലിഹായി രേഖപ്പെടുത്തും. രണ്ടാമത് പറഞ്ഞു അവരെന്തെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ അതും നന്മയായി രേഖപ്പെടുത്തും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇവിടെ രണ്ടും തമ്മിൽ ഒരു ഫർഖുണ്ട്, രണ്ട് വ്യത്യാസമുണ്ട്. അന്നൽ അവ്വല ലൈസ മിൻ ഫിഅലിഹിം, ഒന്നാമത് ഉണ്ടായത് അവർ വാണിച്ചിട്ട് ചെയ്തുകൊണ്ടല്ല. അതായത് അവര് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരൊരു കാര്യത്തിൽ ഇറങ്ങിപ്പെട്ടപ്പോൾ ശത്രുക്കൾ അനുഭവിച്ച കാര്യങ്ങൾ, അതിന്റെ റിസൾട്ടായിട്ടുണ്ടായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെയും അവരുടെ മേലെ നന്മയായിട്ട് രേഖപ്പെടുത്തി. രണ്ടാമത് പറഞ്ഞതോ അവര് ചെലവഴിക്കുകയാണ്, അവര് ചെയ്ത പ്രവർത്തനങ്ങളാണ്, അതും അവരുടെ മേലെ നന്മയായിട്ട് രേഖപ്പെടുത്തി. അഥവാ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ട് എന്തൊരു കാര്യം അനന്തരമായിട്ടുണ്ടായാലും അത് നന്മയായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ അള്ളാഹുവിന്റെ തിന്മ കൊണ്ട് എന്തൊരു കാര്യം അനന്തരമായി ഉണ്ടായാലും അത് തിന്മയായിട്ടുമാണ് ഉണ്ടാവുക. എന്നിട്ട് പറയുന്നത് ദീന് പറഞ്ഞാൽ തന്നെയും, ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാലും അത് ഈ മഹബത്തും ഇറാദത്തുമാണ്.
അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ആ ഇഷ്ടം കൊണ്ടും ആ ഉദ്ദേശം കൊണ്ടാണ് ഉണ്ടാകും. അതാണ് ദീന് എന്ന വാക്ക് അറിയിക്കുന്ന അർത്ഥം തന്നെ അതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. എന്ന് പറയാണ് വകമാ അന്നൽ മഹബ്ബത വൽ ഇറാദത അസ്ലു കുല്ലി ഫിഅലിൻ കമാ തഖദ്ദം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം ഹുബ്ബും ഇറാദത്തുമാണെന്ന് പറഞ്ഞതുപോലെ ഫഹിയ അസ്ലു കുല്ലി ദീനിൻ സവാഉൻ അകാന ഹഖൻ വബാതിലൻ. എല്ലാ ദീനിന്റെയും, ദീന് എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്ന എന്തെല്ലാം സംഹിതകളുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം തന്നെയാണ് മഹബത്താണ്, ഹക്കായാലും ബാത്തിലായാലും. ദീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വൽ മഹബ്ബത്തു വൽ ഇറാദത്തു അസ്ലു ദാലിക കുല്ലു. ആ എല്ലാ സാധനത്തിന്റെയും അടിസ്ഥാനം അസ്ലു ദാലിക കുല്ലിഹി, എല്ലാ ആ പ്രവർത്തനങ്ങളെയും അടിസ്ഥാനം മഹബത്തും ഇറാദത്തുമാണ്. വദ്ദീനു ഹുവ തആഅതു വൽ ഇബാദത്തു വൽ ഖുലുഖ്. ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനുള്ള അനുസരണവും അല്ലാഹുവിനുള്ള ഇബാദത്തും സ്വഭാവവുമാണ്. ഫഹുവ തആഅതു ലാസിമതു ദായിമതു അല്ലതി സാറത് ഖുലുഖൻ വആദതൻ. അതായത് അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് സ്ഥിരത നേടുമ്പോൾ അത് അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവുമായിട്ട് മാറും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ആയിഷ ബീവി കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് പറയാനുള്ള കാരണം. ഇനി ദീന് എന്നുള്ള പദത്തിന്റെ അർത്ഥം അതെന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. എന്താണ് ദീന് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം? അദ്ദീനു ഫീഹി മഅനാ അൽ ഇദ്ലാൽ വൽ ഖഹർ. ദീന് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു കൊടുക്കുക, താഴ്ന്നു കൊടുക്കുക, കീഴ്പ്പെടുക എന്നുള്ളതാണ്. വഫീഹി മഅനാ ദുൽ വൽ ഖുദൂ വത്തആ. അങ്ങേയറ്റത്തെ താഴ്മ, അനുസരണം, വിധേയത്വം എന്നതാണ് ദീൻ എന്ന പദത്തിന്റെ അർത്ഥം. ഫദാലിക യകൂനു മിനൽ അലാ ഇലൽ അസ്ഫൽ. അഥവാ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ നിന്ന് താഴ്ന്നു വരുന്നതിനാണ് ദീൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദിൻതുഹു ഫദാന, ഞാൻ താഴ്ന്നു, അങ്ങനെ താഴ്ന്നവനായി എന്ന് പറഞ്ഞാൽ ഖഹർതുഹു ഫദുല്ല, ഞാൻ താഴ്ന്നു, ഞാനൊരു ദില്ലത്തുള്ളവനായി എന്നാണ് അതിന്റെ അർത്ഥം. വയകൂനു മിനൽ അദ്ന ഇലൽ അഅല. ദീൻ എന്നുള്ള പദവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ന, താഴെയുള്ള പദം, താഴെ എന്നർത്ഥം വരുന്ന പദം, മുകളിൽ നിന്ന് താഴോട്ടാകുക എന്നുള്ളതാണ്. ഉദാഹരണം വദിൻതു ലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ താഴ്ന്നു, അഥവാ അള്ളാഹുവിന് മുമ്പിൽ ഞാൻ കീഴൊതുങ്ങി എന്നുള്ളതാണ് അർത്ഥം. ഫദാന അല്ലാഹ, അവൻ അള്ളാഹുവിന് കീഴൊതുങ്ങി എന്ന് പറഞ്ഞാൽ താഴ്ന്നു എന്നുള്ള അർത്ഥം. അതായത് അതാ അല്ലാഹ വഹബ്ബഹു വഖാഫഹു, അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിനെ ഭയപ്പെട്ടു. അഥവാ ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താഴ്ന്നു, അല്ലെങ്കിൽ ഖദഅ, വിധേയത്വം കാണിച്ചു എന്നുള്ള അർത്ഥമാണ് ദീൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം. എന്നിട്ട് പറയാണ് വദ്ദീനുൽ ബാത്തിനു ലാ ബുദ്ദ ഫീഹി മിനൽ ഹുബ്ബി വൽ ഖുദൂഇ കൽ ഇബാദത്തി സവാ. ബാത്തിനായിട്ടുള്ള ഒരുത്തന്റെ ദീന് അഥവാ ആന്തരികമായിട്ടുള്ള അവന്റെ കർമ്മങ്ങൾ അത് തീർച്ചയായിട്ടും ഹുബ്ബും ഖുദൂഉം ഇല്ലാതെ അത് നടക്കില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വാഹിർ ആയിട്ടുള്ളത് മറ്റു ചില പ്രകടനത്തിന് വേണ്ടിയോ മറ്റെല്ലാം മാറും, വല്ല മാതൃക അനുസരിച്ചൊക്കെ മാറും. പക്ഷേ ഉള്ളിലുള്ളത് ഹുബ്ബും ഖുദൂഉം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ, അതല്ലാതെ അതിനൊരു മാറ്റവും സംഭവിക്കുകയില്ല. അപ്പൊ ദീന് എന്നുള്ള പദത്തിന്റെ അർത്ഥം പൂർണ്ണമായി ഒരാൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തി അയാളിൽ നിന്ന് താഴ്ന്ന് ഏറ്റവും താഴ്മയോടുകൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് അത് പറയുക. ഈ അർത്ഥം ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറയുന്നുണ്ട് ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. റൂഹ് പിടിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ പറയാം, ഒരു മരണവും പരലോകമൊക്കെ നിഷേധിക്കുന്ന, അഥവാ പരലോകം ഉയർത്തെഴുന്നേൽപ്പ് നിഷേധിക്കുന്ന ആളുകളോട് പറയാണ് അല്ലാഹു തആല ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ ഗൈറ മദീനീൻ, ഇവിടെ മദീന എന്നുള്ള ഉദ്ദേശം മർബൂബീൻ അലി മഖ്ഹൂരീൻ, നിങ്ങൾ കീഴ്പ്പെടുത്തപ്പെട്ട മറ്റൊരാൾ നിയന്ത്രിക്കപ്പെടാത്ത ആളുകളാണെങ്കിൽ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റൂഹിനെ തിരിച്ച് അയാളിലേക്ക് മടക്കണം. നിങ്ങൾ കൂട്ടത്തിൽ ഒരാൾ റൂഹ് പിടിക്കുമ്പോ നിങ്ങൾ വേറൊരാളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ആളാണെങ്കിൽ, മദീനീൻ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന, കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അതല്ല എങ്കിൽ ആ റൂഹിനെ നിങ്ങൾ തിരിച്ച് അതേ സ്ഥലത്ത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അഥവാ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ ഒരാളും നിയന്ത്രിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വാദം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ റൂഹിനെ തിരിച്ച് അവിടെ തന്നെ വെക്കും, മരണത്തെ തടയും എന്ന് പറയാം. അതൊരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് അവിടെ പറഞ്ഞത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വീണ്ടും അതിനൊന്ന് വ്യക്തമാക്കുകയാണ്. വദ്ദീനു ദീനാൻ, ദീൻ എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലാണ്.
ദീനുൻ ശർഈയുൻ അംരിയുൻ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ശരീഅത്തായി ആക്കിയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ദീൻ, അതാ നമ്മൾ അനുസരിക്കുന്ന, നമ്മൾ പ്രാവർത്തികമാക്കുന്ന ദീൻ. 2 വദീനുൻ ഹിസാബിയുൻ ജസാഇയുൻ, ദീന് ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന കണക്ക് നോക്കുന്ന ദീന്, അതാണ് മാലിക് യൗമിദ്ദീൻ എന്നുള്ളതിന്റെ അർത്ഥം, പരലോകം എന്നുള്ള അർത്ഥത്തിൽ. വകിലാഹുമാ ലില്ലാഹി വഹ്ദ, രണ്ടും അത് അള്ളാഹുവിന്റേതാണ്. ഈ നമ്മളിവിടെ പ്രാവർത്തികമാക്കുന്ന ദീനാവട്ടെ പരലോകത്തെ ആ ദീനാവട്ടെ രണ്ടും അള്ളാഹുവിന്റേതാണ്. ഫദ്ദീനു കുല്ലുഹു ലില്ലാഹി അംറൻ വജസാഅൻ, കൽപ്പന കൊണ്ടും പ്രതിഫലം കൊണ്ടും ദീന് പൂർണ്ണമായി അള്ളാഹുവിനാണ്. വൽ മഹബ്ബതു അസ്ലു കുല്ലി വാഹിദിൻ മിനദ്ദീനൈൻ, ഈ 2 ദീനിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹബ്ബത്താണ്. ഫഇന്നമാ ശറഅഹു സുബ്ഹാനഹു വഅമറ ബിഹി ഫഇന്നഹു യുഹിബ്ബുഹു വയർളാ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു കാര്യം ശരീഅത്തായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതുകൊണ്ടും തൃപ്തിപ്പെടുന്നതുകൊണ്ടാണ്. വമാ നഹാ അൻഹു ഫഇന്നഹു യക്റഹു വയുബ്ഗിദുഹു ലിമുനാഫാതി ലിമാ യുഹിബ്ബുഹു വയർളാ, അള്ളാഹു ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു വെറുക്കുന്നതുകൊണ്ടാണ്. ഫഹു യുഹിബ്ബു ളിദ്ദഹു, അപ്പൊ അതിനെതിരായിട്ടുള്ളത്, അള്ളാഹു വിരോധിച്ച ഒരു കാര്യത്തിനെതിരായിട്ടുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഫആദ ദീനുൽ അംരി കുല്ലുഹു ഇലാ മഹബ്ബതിഹി വറിളാ, അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്കാണ് മടങ്ങുന്നത്. അഥവാ ദീനിന്റെ നിയമങ്ങൾ ശരീഅത്ത് എന്നുള്ളത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, വിരോധിച്ച കാര്യങ്ങൾ അള്ളാഹു വെറുക്കുന്നതുമാണ്. അപ്പൊ ഇവിടെയുള്ള ഈ ദീന് അള്ളാഹുവിന്റെ ഹുബിന്റെ അടിസ്ഥാനത്തിലാണ്. പരലോകത്ത് അള്ളാഹു പ്രതിഫലം നൽകുന്നതോ ആ ദീനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് ആ ആളുകളോടുള്ള ഹുബിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈമാൻ, ഈമാൻ ഒരുത്തൻ രുചിച്ചിട്ടുണ്ട്. മൻ റളിയ ബില്ലാഹി റബ്ബ, ആരാണോ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടത്, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ടത്, വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടത്. അതായത് ദീന് എന്നുള്ള പദം അർത്ഥമാക്കുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നതാണ്. ആ കീഴൊതുങ്ങൽ ഹുബിനെ നിർബന്ധമാക്കുന്നുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഈ ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളും ശരീഅത്തും അത് മുഴുവൻ അള്ളാഹു ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട കാര്യങ്ങളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് പ്രതിഫലം നൽകുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്. അപ്പൊ ദീന് നിലനിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബിന്റെ മേലെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ കാര്യങ്ങൾ നിലനിന്ന് പോവുകയുള്ളൂ. അതാണ് ഇബ്നുൽ ഖയ്യിം വീണ്ടും പറയുന്നത്, ഫഹാദദ്ദീനു ഖായിമുൻ ബിൽ മഹബ്ബ, ഈ ദീന് നിലനിൽക്കുന്നത് തന്നെ ഹുബിന്റെ മേലെയാണ്, മഹബ്ബത്തിന്റെ മേലെയാണ്. വബിസബബിഹാ ശുരിഅ, അതുകൊണ്ടാണ് ദീനിൽ നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. വലിയജ്ലിഹാ ശുരിഅ, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശരീഅത്തിന്റെ നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. വഅലൈഹാ ഉസ്സിസ, അതിന്റെ മേലെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. വകദാലിക ദീനുൽ ജസാഇ ഫഇന്നഹു യതളമ്മനു മുജാസാത്തൽ മുഹ്സിനി ബിഇഹ്സാനിഹി വൽ മുസീഹി ബിഇസാഅതി, അതുപോലെ തന്നെ പ്രതിഫലവും, നന്മ ചെയ്യുന്നവർക്ക് നന്മയും തിന്മ ചെയ്യുന്നവർക്ക് തിന്മയും. വകുല്ലു മിനൽ അംറൈനി മഹ്ബൂബുൻ ലിറബ്ബ്, 2 കാര്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ്. ഫഇന്നഹുമാ അദ്ലുഹു വഫദ്ലുഹു, അത് രണ്ടും അള്ളാഹുവിന്റെ ഔദാര്യമാണ്. വകിലാഹുമാ മിൻ സിഫാതി കമാലിഹി, അത് രണ്ടും അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ പൂർണ്ണതയാണ്. വഹുവ സുബ്ഹാനഹു യുഹിബ്ബു സിഫാതിഹി വഅസ്മാഅഹു, അള്ളാഹു അവന്റെ വിശേഷണങ്ങളെയും നാമങ്ങളെയും ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു വയുഹിബ്ബുഹാ, അതിനെ ഇഷ്ടപ്പെടുന്നവനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതായത് ഇത്രയും പറഞ്ഞത്, ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ ദീന് എന്ന് നിലനിൽക്കുന്നത് അള്ളാഹുവിനോടുള്ള ഹുബിന്റെ മേലെയാണ്. ഇതെന്തിനെത്ര പറഞ്ഞെന്നറിയോ? അതായത് അടുത്ത ഭാഗം വരുമ്പോൾ ക്ലിയർ ആവും. ഈ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് തെളിവുകളിലൂടെയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഇതിലൂടെയുമാണ് ഇബ്നുൽ ഖയ്യിം ഹുബ്ബാണ് ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത്. അത് പിന്നെ എനിക്കറിയാം, ഇത് പൂർണ്ണമായും കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, നന്നായി വായിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കിതാബാണ്. അപ്പൊ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് ദീനിന്റെ അടിസ്ഥാനം, അതിന്റെ മേലെയാണ് ദീന് മൊത്തം നിലനിൽക്കുന്നത്. തൗഹീദ് അതിന്റെ മേലെയാണ്, അമലുകൾ അതിന്റെ മേലെയാണ്, ആകാശഭൂമികളുടെ ചലനങ്ങൾ അതിന്റെ മേലെയാണ്, പ്രതിഫലം നൽകുന്ന അതിന്റെ മേലെയാണ്, എല്ലാം അതിന്റെ മേലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ടുള്ളത്. എന്തിനാണ് ഇത് പറഞ്ഞത്? അതാണ് അടുത്ത ഭാഗം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വനഖ്തിമുൽ ജവാബ ബിഫസ്ലിൻ മുതഅല്ലിഖിൻ ബിഇശ്ഖി സുവർ വമാ ഫീഹി മിനൽ മഫാസിദിൽ ആജില വൽ ആജില. ഈ ചോദ്യത്തിനുള്ള മറുപടി നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ ഈ കാര്യങ്ങളോട് ചേർത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിതാബ് എന്താണ്? ഒരാൾ ചോദ്യം ചോദിച്ചതാണ്,
ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന ഒരു തിന്മയിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ പോയിരിക്കുകയാണ്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളിവിടെ പ്രത്യേകമായിട്ട് ഒരു ഫസ്ലായിട്ട് കൊടുക്കുകയാണ്. ബിഇശ്ഖി സുവർ. ഇശ്ഖ് സുവർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രണയം എന്നോ അല്ലെങ്കിൽ ഭ്രമം എന്നോ ഒരാളോട് തോന്നുന്ന അതിയായ ഒരു ഇഷ്ടം, അതുമായി ബന്ധപ്പെട്ട് വമാ ഫീഹി മിനൽ മഫാസിദിൽ ആജിലതി വൽ ആജില, ദുനിയാവും പരലോകം നശിക്കുന്ന കാര്യമായിട്ടുള്ള ഇശ്ഖ് സുവർ, ഇംഗ്ലീഷിൽ അതിന് ഇൻഫാക്ച്വേഷൻ എന്നെല്ലാം പറയും. ആ ഒരു കാര്യത്തെ അതിന്റെ അപകടം അവിടെ പറയുകയാണ് പ്രത്യേകമായി. ഇത്രയും പറഞ്ഞത് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ് വൈൻ കാനത് അദ്ആഫ മാ യദ്കുറുഹു ദാകിറുൻ ഫഇന്നഹു യുഫ്സിദുൽ ഖൽബ ബിദ്ദാത്ത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഒരുത്തന്റെ കൽബിനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ഈ പ്രണയം എന്നുള്ളത്. ഒരുത്തന്റെ കൽബിനെ നശിപ്പിച്ചു കളയും. ഫൈദാ ഫസദൽ ഖൽബു ഫസദത്തിൽ ഇറാദാത്തു വൽ അഖ്വാലു വൽ അഅമാൽ. അവന്റെ കൽബ് നശിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നശിക്കും. വഫാസദ സഗ്റു തൗഹീദ്, അവന്റെ തൗഹീദ് നശിക്കും. വകമാ തഖദ്ദമ സനുഖർരിറുഹു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഹകാ ഹാദൽ മർദ്. ഈ രോഗം, ഇപ്പോ പ്രണയം എന്നുള്ള ഒരു രോഗം, നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, അതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമാണ് അതിന് ഉപയോഗിക്കേണ്ടത്. മലയാളത്തിൽ മനസ്സിലാക്കാൻ ആ വാക്കേ ഉള്ളൂ. ഈ രോഗം അൻ ത്വാഇഫതൈൻ മിനന്നാസ്, രണ്ട് രീതിയിലാണ് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വഹുമാ അല്ലൂതിയതു വന്നിസാ, ഒന്ന് ലിവാത്തുമായി ബന്ധപ്പെട്ടതും ഒന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതും. പ്രണയം ഒരാൾക്ക് ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് തോന്നുന്നതിന് ലൂത്തിയുമായി ബന്ധപ്പെട്ടത്, ഒരു സ്ത്രീയോട് തോന്നുന്നത് നിസാവുമായി ബന്ധപ്പെട്ടത്. രണ്ട് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. വഅഖ്ബറ അൻ ഇശ്ഖി ഇംറഅത്തിൽ അസീസ് ലിയൂസുഫ വമാ റാവദത്ഹു വകാദത്ഹു ബിഹി. ഖുർആനിൽ അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഖുർആനിൽ പരിചയപ്പെടുത്തിയ രണ്ട് ഇഷ്കാണ് പറയുന്നത്. ഒന്ന്, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ആ സ്ത്രീക്ക് തോന്നിയിരുന്ന ഇഷ്ക്, അത് ആ സ്ത്രീ യൂസുഫ് നബിയെ ക്ഷണിക്കാനും കെണിയിൽ അകപ്പെടുത്താനും നയിക്കുന്ന അവസ്ഥയിലെത്തി. വഅഖ്ബറ അനിൽ ഹാലി അല്ലതി സാറ ഇലൈഹ യൂസുഫു ബിസബ്രിഹി വഇഫ്ഫതിഹി വതഖ്വാഹ്. എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടത് ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചും അള്ളാഹുവിനെ സൂക്ഷിച്ചും അതിന് രക്ഷപ്പെട്ടതും അറിയിച്ചു. മഅ അന്നല്ലദി ഉബ്തുലിയ ബിഹി അംറുൻ ലാ യസ്ബിറു അലൈഹി ഇല്ലാ മൻ സബ്ബറഹുല്ലാഹ്. ഇതുപോലൊരു കാര്യത്തിൽ നിന്ന് അള്ളാഹു ക്ഷമ നൽകിയവനല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കില്ല, ക്ഷമിക്കാൻ സാധിക്കില്ല. ഫഇന്ന മുവാഖഅത്തൽ ഫിഅലി ബിഹസ്ബി ഖുവ്വത്തി ദാഇ വസവാലിൽ മാനി. ഒരു പ്രവർത്തനം നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എത്രയുണ്ടോ, ആ പ്രവർത്തനം തടയുന്ന കാര്യങ്ങൾ എത്ര കുറവുണ്ടോ അതിനനുസരിച്ച് ഒരു കാര്യം നടക്കുക. ഒരു തിന്മ, ഒരു പ്രവർത്തനം, ഒരു തിന്മ നടക്കണമെങ്കിൽ ആ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഘടകങ്ങൾ എത്ര ഉണ്ടോ അതുപോലെ തന്നെ ആ തിന്മ തടയുന്ന കാര്യങ്ങൾ എത്ര കുറവുണ്ടോ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഒരാള് ഒരു രഹസ്യമായ തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, ആ തിന്മ ചെയ്യാനുള്ള വസ്തുക്കൾ അവന് ലഭിക്കുന്നുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അതിനോടുള്ള ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ട്, അത് എത്രത്തോളം ഉണ്ട്. അതുപോലെ അത് തടയുന്ന കാര്യങ്ങൾ, ആൾക്കാർ കാണാനില്ല, ആൾക്കാർ ഒഴിവാണ്, ആൾക്കാർ അറിയുന്നില്ല, അങ്ങനെ തടയുന്ന കാര്യങ്ങൾ എത്ര കുറയുന്നുവോ, പ്രേരണകൾ എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് ഒരു തിന്മ നടക്കുക. ഈ രണ്ട് ഘടകങ്ങളാണ് അതിനുണ്ടാവുക. എന്നിട്ട് പറയാണ് ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം കാണിച്ച ക്ഷമ പറയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വ്യഭിചാരം പോലുള്ള തിന്മക്ക് ക്ഷണിക്കുന്നതിൽ അതിനുള്ള പ്രേരണകൾ വളരെ കൂടുതലായിരുന്നു. തടയുന്ന ഘടകങ്ങൾ തീരല്ല എന്ന് പറയാം. പ്രേരണകൾ ഭൗതികമായിട്ട് വളരെ കൂടുതലായിരുന്നു. എന്നിട്ട് അതിനെപ്പറ്റി പറയാണ്. അതായത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഹുബിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു തിന്മയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പ്രണയം അത്ര മാരകമായ രോഗമാണ്. അതിലും വലിയ രോഗം കൽബിന് ബാധിക്കുകയല്ല. കൽബിന് ബാധിക്കുന്ന രോഗങ്ങളിൽ പ്രണയം പോലെ മാരകമായ രോഗമല്ല. അതൊരാളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മരണം വരെ പോകില്ല. അതൊരു തീക്കനൽ പോലെയാണ്. അത് എത്ര മറച്ചു വെച്ചാലും അതോടെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു അവസ്ഥയിൽ കിട്ടിയത് ആള് കത്തുന്ന അവസ്ഥയായിരിക്കും. അത്രയും മാരകമായ രോഗമാണ് അത്. ഇതിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു തിന്മയുടെ അപകടം എന്നുള്ളത് അത് ബാധിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവൂല. ബാധിച്ച് അതിൽ മുഴുകിപ്പോയ ഒരാൾക്ക് മനസ്സിലാവൂല. ആകെ മനസ്സിലാവുക അത് ബാധിച്ചതിന് രക്ഷപ്പെട്ട ആളുകൾക്ക്. ഏതൊരു തിന്മ, ഇപ്പൊ മദ്യപാനം, അതിന്റെ അപകടം അതിൽ മുഴുകിപ്പോയ ആൾക്കാർക്ക് മനസ്സിലാവൂല. അതിൽ ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവൂല. എന്നാൽ അതിൽ മുഴുകിയിട്ട് അതിന് രക്ഷപ്പെട്ട ആളുകൾക്ക് അത് എത്രത്തോളം ഗൗരവമുള്ളതാ മനസ്സിലാവും ഏത് തിന്മയും. അപ്പൊ കൽബിനെ നശിപ്പിക്കുന്ന ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ രീതി ഭാഷയുണ്ട്. അതിൽ
അത്രയും അപകടകരമായിട്ടുള്ള കാര്യമാണ് ഇഷ്ക് എന്നുള്ള രോഗം. അപ്പൊ അതിന്റെ ആ ശക്തി കുറക്കാനാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി കിതാബിന്റെ ആദ്യം മുതൽ തിന്മകൾ കൊണ്ടുള്ള അനന്തരഫലവും അതുപോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, ആ ഹുബ്ബാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടും കാണിച്ച ക്ഷമ. ഇന്ന് യുവാക്കൾ, ഇന്ന് കൗമാരക്കാർ അവർ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണത്. കാരണം അത്രയധികം ഞാൻ പറഞ്ഞല്ലോ ഷഹ്വത്ത് കൊണ്ടും ഇതുപോലെ തിന്മകളിലും ആളുകൾ അകപ്പെടുന്ന ഒരു കാലാണിത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എന്തൊക്കെയായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആ തിന്മക്ക് ക്ഷണിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയാണ്. ഒന്ന്, അഹദുഹ മാ റക്കബഹു അല്ലാഹു സുബ്ഹാനഹു ഫി തബ്ഇ റജുലി മിൻ മീലതി ഇലൽ മർഅ. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പുരുഷനിൽ സ്ത്രീയോട് വെച്ചിട്ടുള്ള ചായ്വാണ്. പുരുഷനിൽ സ്വാഭാവികമായിട്ടും സ്ത്രീയോട് ഒരു ഇഷ്ടം ഉണ്ടാവും. ഇപ്പൊ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളത്തിനോടുള്ളതുപോലെ, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണത്തിനോടുള്ളതുപോലെ ഏതൊരു പുരുഷനും സ്ത്രീയോട് ഒരു ചായ്വ് ഉണ്ടാവും, ഒരു താല്പര്യം ഉണ്ടാവും. അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനുണ്ടാവും, പ്രകൃതി ഉണ്ടാവും. അതൊരു ഒരു ക്ഷണാണ്. ഒരു സ്ത്രീ വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോ ആ സ്ത്രീയോട് തേട്ടുണ്ടാവുക എന്നുള്ളത് പ്രകൃതിയാ ഒരു പുരുഷന്റെ ഉള്ളിലുണ്ടാവും. അത് തെറ്റല്ല. ചില സ്ത്രീകൾക്ക് ധാരണയുണ്ട് പുരുഷന്മാരൊക്കെ വൃത്തികെട്ടന്മാരാണ്. ഒരിക്കലും അല്ല അങ്ങനെ സൃഷ്ടിച്ചത്. സ്ത്രീകളോട് താല്പര്യം തോന്നുക എന്നല്ല, സ്ത്രീകളോട് താല്പര്യം തോന്നാത്തവരുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാ. അത് ഹലാലായത് നിലനിർത്തുകയാണ് വേണ്ടത്. ഇപ്പൊ പ്രകൃതിയാവുള്ള തേട്ടം, ചെരിവ്, ചായ്വ് സ്ത്രീയോടുണ്ട്. യൂസുഫ് നബിക്കുള്ളതാണ്. രണ്ടാമത്തേത് അന്ന യൂസുഫ് കാന ശബാബൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ സമയത്ത് ഷബാബായിരുന്നു, ചെറുപ്പക്കാരനാണ്, യുവാവാണ്. വശഹ്വത്തു ശബാബ് വജിദ്ദതുഹു വഹിദ്ദതുഹു അഖ്വാ. കാരണം ഒരു ചെറുപ്പക്കാരന്റെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള പ്രേരണ പ്രായായതിനേക്കാൾ കൂടുതലായിരിക്കും, ശക്തമായിരിക്കും. അതൊരു കാരണമാണ്. മൂന്നാമത്തേത് അന്നഹു കാന ആസബൻ ലൈസ ലഹു സൗജ. വിവാഹിതനല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം വിവാഹിതനല്ല. വിവാഹിതനാണെങ്കിൽ അതിലേക്കുള്ള തേട്ടം ഒന്നുകൂടി കുറഞ്ഞു കിട്ടും. കാരണം എന്താണ്, അവന് ഹലാലായ ഒരു മാർഗം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ആസ്വാദനം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തൊരു കാര്യം അറിയാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പക്ഷെ അറിഞ്ഞതിനോട് ഇത് എത്ര ഉള്ളൂ എന്ന് അവൻ അറിയാൻ സാധിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാം വിവാഹിതനുമല്ല. നാലാമത്തേത് അന്നഹു കാന ഫീ ബിലാദി ഖുർബത്തിൻ യതഅത്താ ലിൽ ഗരീബ് ഫീഹാ മിൻ ഖളാഇൽ വതർ മാ ലാ യതഅത്താ ലഹു ഫീ വതനിഹി. സ്വന്തം നാട്ടിലല്ല, ഒരാൾ താൻ ജനിച്ചു വളർന്ന തന്റെ തറവാടുള്ള തന്റെ മാതാപിതാക്കളും കുടുംബമുള്ള ഒരു നാട്ടിൽ വെച്ചിട്ട് ഒരു തിന്മ ചെയ്യുന്നതും ആരും അറിയാത്ത വേറൊരു നാട്ടിൽ പോയി തിന്മ ചെയ്യുന്ന രണ്ട് വ്യത്യാസമായിരിക്കും. വേറൊരു നാട്ടിൽ ചെയ്യുമ്പോൾ അവനെന്തില്ല, ഈ ഒരു പ്രശ്നം ഉണ്ടാവൂല, ഈ ഒരു പേടി ബേജാറൊന്നും ഉണ്ടാവൂല. യൂസുഫ് നബി അലൈഹി സ്വലാം സ്വന്തം നാട്ടിലുകൂടിയല്ല. യൂസുഫ് നബി ആരാന്ന് കൂടി ആർക്കും അറിയില്ല. അഞ്ചാമത്തെ ഒരു കാരണം അന്നൽ മർഅത കാനത് ദാത മൻസബിൻ വജമാലിൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വ്യഭിചരിക്കാൻ ക്ഷണിച്ച സ്ത്രീ നല്ല സൗന്ദര്യമുള്ള കുലീനതയുള്ള ഒരു സ്ത്രീയാണ്. ആർക്കും ആകുന്നതെന്ന് തോന്നുന്ന ഒരു സ്ത്രീയാണ്. നമ്മൾ ആലോചിക്കേണ്ടപ്പോഴാണെന്നറിയോ, നമ്മളൊരു ഇതുപോലുള്ള തിന്മക്ക് താല്പര്യം തോന്നുമ്പോഴാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു താല്പര്യവും അതിനുള്ള സാഹചര്യമൊക്കെ ഒക്കുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എത്ര പ്രേരണ ഉണ്ടായിരുന്നു. അപ്പോ സൗന്ദര്യമുള്ള സ്ത്രീയാണ്. ആറാമത്തേത് അന്നഹാ ഗൈറു മുംതനിഅത്തിൻ വലാ ആബിയത്തിൻ. ഇവിടെ ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പില്ല. ഒരു വ്യഭിചാരം നടക്കാനുള്ള സ്ത്രീയുടെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. വ്യഭിചാരം നടക്കണമെങ്കിൽ പുരുഷന്റെ ആഗ്രഹം മാത്രമല്ല, സ്ത്രീയുടെ സമ്മതമാണ് അതിന് മെയിനായിട്ട്. അതുകൊണ്ടാണ് ആ ശിക്ഷ നടപ്പിലാക്കുന്നോടത്ത് ആദ്യം അസ്സാനിയത്തു എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പില്ല എന്ന് മാത്രമല്ല, കൂടുതലായിട്ടും സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് താല്പര്യമുള്ളത്. അത് അടുത്ത് പറയുന്നത് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. എതിർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അധിക ആളുകളും പല തിന്മകളിൽ നിന്നും അകപ്പെടാതെ രക്ഷപ്പെടുന്നത് ആ സ്ത്രീകളുടെ എതിർപ്പുകൊണ്ടാണ്. അത് ഇവിടെ ഇല്ല. ഏഴാമത്തേത് അന്നഹാ ത്വലബത് വഅറാദത് വറാവദത് വബദലത്തിൽ ജുഹൂദ്. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാ ക്ഷണം ഉണ്ടായിട്ടുള്ളത്, പുരുഷന്റെ ഭാഗത്ത് അങ്ങോട്ടല്ല. യൂസുഫ് നബി അങ്ങോട്ടല്ല പോയത്, സ്ത്രീ ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടായത്. അപ്പൊ കൂടുതൽ അതിലേക്ക് വിടുവാൻ സാധ്യതയുണ്ട്. എട്ടാമത്തേത് അന്നഹു ഫീ ദാരിഹാ വതഹ്ത സുൽത്താനിഹാ വഖഹ്രിഹാ. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്നുള്ളത് അവരുടെ വീട്ടിലുള്ളതാണ്, അവരുടെ അടിമയെ പോലെയുള്ളതാണ്, അവരുടെ അധികാരത്തിന് കീഴിലുള്ളതാണ്. അപ്പൊ അനുസരിക്കപ്പെടേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിലേക്കുള്ള ക്ഷണത്തിനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ഒമ്പതാമത്തേത് أنه لا يخشى أن تنم عليه وهي ولا أحد من جهتها فإنها مطالبة راغبة وقد غلقت الأبواب وغيبت الرقباء. അതായത് ആരും കാണാനോ അറിയാനോ ഉള്ള ഒരു സാഹചര്യമല്ല, ആരുമില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഇതിനൊരുങ്ങിയിട്ടുള്ളത്. വാതിലുകളും എല്ലാം അടച്ച് എല്ലാവിധ സൗകര്യം ഒരുങ്ങിയ സന്ദർഭത്തിലാണ്.
പത്താമത്തേത് അന്നഹു കാന ഫി ളാഹിരി മംലൂകൻ ലഹാ ഫിദ്ദാർ ബിഹൈസ് യദ്ഖുലു വയഖ്റുജു വയഹ്ദുറു മഅഹാ വലാ യുൻകിറു അലൈഹി. ഇവിടെ യൂസഫ് നബി അലൈഹി ഇസ്ലാം ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് യൂസഫ് നബിക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിനകത്ത് കയറാം, പുറത്തു പോവാം, എപ്പോ വേണമെങ്കിലും വീട്ടിനുള്ളിൽ എവിടെയും കയറാം. ആരും എന്ത് ചെയ്യില്ല, ചോദ്യം ചെയ്യാനോ ഇതിനോ ഒന്നും വരില്ല. കാരണം അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്. എത്രത്തോളം ഇതിനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും കൂടുന്നുവോ അത്രത്തോളം വ്യഭിചാരം സംഭവിക്കും. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം എന്തില്ല, അവിടെ തടസ്സമല്ല, എപ്പോഴും വീട്ടിൽ കയറാം. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു വീട്ടില് വേറൊരാൾ വരണമെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ യൂസുഫ് നബിക്ക് ആ വീട്ടിൽ തടസ്സമില്ല. അതുകൊണ്ട് തന്നെ ഒരു അസർ കൊടുക്കുന്നുണ്ട്. കമാ ഖീല ലിൽ മർഅത്തി ഷരീഫ, വളരെ ഉന്നതമായ ഒരു നിലയിലുള്ള ഒരു സ്ത്രീയോട് ഒരു വട്ടം ചോദിക്കപ്പെട്ടു, അവര് വ്യഭിചരിച്ചു. അപ്പൊ ചോദിക്കപ്പെട്ടു മാ ഹമലക അല സിന, എന്താണ് ഈ വ്യഭിചാരത്തിന് കാരണം ഉണ്ടായത്? ഖാലത്ത്, അപ്പൊ അവര് പറഞ്ഞു ഖുർബുൽ വിസാദി വതൂലുസ് സവാദി, ആ ഞങ്ങളുടെ തലയണകൾ അടുത്തായിരുന്നു, അഥവാ വീട്ടിൽ കയറി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ സുലഭമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വളരെയധികം രഹസ്യമായ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അഥവാ ഒരു സ്ത്രീ, ഒരു അന്യപുരുഷനും സ്ത്രീയും സംസാരങ്ങൾ അധികരിച്ചാൽ, അവരെ രഹസ്യമായിട്ടുള്ള സംസാരങ്ങൾ കൂടുതലായിട്ട് പിന്നെ അവർക്ക് അവസരം ലഭിച്ചാൽ, സംസാരങ്ങൾ കൂടിയാൽ, ഇന്നുകാലത്ത് ചാറ്റിംഗ് ആവട്ടെ സംസാരങ്ങളാവട്ടെ അത് വർദ്ധിച്ചാൽ, അതുപോലെ തന്നെ ഇതിനുള്ള സാഹചര്യങ്ങൾ അടുത്താൽ വ്യഭിചാരം അവിടെ സംഭവിക്കും. അപ്പൊ അതായിരുന്നു കാരണം എന്ന് പറയുന്നത്. അപ്പൊ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. 11ാമത്തെ കാരണം അന്നഹാ ഇസ്തആനത് അലൈഹി ബിഅഇമ്മത്തിൽ മക്ർ വൽ ഇഹ്തിയാൽ, ആ സ്ത്രീകളുടെ തന്ത്രം എന്ന് പറഞ്ഞാല് തന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നാണ്. അപ്പൊ ആ ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ സ്ത്രീ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു പോയത്, എന്നെ ജയിലിലാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്താ, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ, അവരെ തന്ത്രം നീ തെറ്റിച്ചിട്ടില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന വകും മിനൽ ജാഹിൽ, ഞാൻ അവരിലേക്ക് ചെരിഞ്ഞു പോകും. പെണ്ണുങ്ങളുടെ തന്ത്രം അത്ര വലുതാണ്, അതിലാണ് വിളിച്ചിട്ടുള്ളത്. 11ാമത്തെ ഒരു കാരണം അന്നഹാ തവഅദത്ഹു ബിസ്സിജ്നി വസ്സഗാർ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പെണ്ണ് പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ല എങ്കിൽ, എന്റെ കൽപ്പന അനുസരിച്ചിട്ടില്ല എങ്കിൽ നിന്നെ ജയിലിലടക്കും, നിനക്ക് ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. 13ാമത്തെ ഒരു കാരണം അന്ന സൗജ ലം യുബ്ഹിർ മിനൽ ഗൈറതി വന്നഖ്വതി മാ യുഫരിഖു ബിഹി ബൈനഹുമാ, അവിടെ ഈ പെണ്ണിന്റെ ഭർത്താവിന് വലിയ ഗൈറത്തൊന്നും ഉണ്ടായിട്ടില്ല. ഭർത്താവ് വലിയ ഗൈറത്തില്ലാത്ത പുരുഷനാണെങ്കിൽ ആ സ്ത്രീ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾക്ക് കൂടുതൽ പോകും. പുരുഷന്മാരുടെ ഗൈറത്താണ് ഒരു സ്ത്രീയെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. കാരണം ഈ പുരുഷന് ഗൈറത്തില്ല എന്ന് പറയാനുള്ള കാരണം, ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് അഥവാ അസീസ് പറയുന്നുണ്ട് യൂസുഫ് നബിയോട്, യൂസുഫ് നീ ഇത് തിരിഞ്ഞു കളഞ്ഞു, ഇത് കാര്യാക്കണ്ട. പെണ്ണിനോട് പറഞ്ഞ എന്താ, ഇസ്തഗ്ഫിരി ലിദംബിക്, നിന്റെ തിന്മക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒന്ന് പിന്നെ സോൾവ് ആക്കുക ചെയ്തത്. അല്ലാതെ ഗൈറത്തില്ലാത്ത ഒരാളാണ്. വശിദ്ദത്തുൽ ഗൈറത്തി ലിർറജുൽ മിൻ അഖ്വൽ മവാനിഹ് വഹാദാ ലം യദ്ഹർ മിൻഹു ഗൈറ, പുരുഷന്റെ ഗൈറത്താണ് ഏറ്റവും വലിയൊരു തടസ്സം സ്ത്രീയെ സംരക്ഷിക്കപ്പെടാൻ, അവളുടെ ചാരിത്ര ശുദ്ധിയും ദീനൊക്കെ. പക്ഷെ അത് ഈ പുരുഷനിൽ ഇല്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടെ എന്തുണ്ടായത്, അവിടെ ആ തിന്മയിൽ വീഴാതെ ക്ഷമിച്ചതും അള്ളാഹുവിൽ രക്ഷ തേടിയിട്ട് അതിൽ നിന്ന് പിൻവാങ്ങിയതും. കാരണം അങ്ങനെ ഒരു സ്വബർ കാണിച്ച ആളാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത്. നമുക്കൊരു മാതൃകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കാലത്തെ ഓരോ ചെറുപ്പക്കാരനും ഓരോ മുസ്ലിമിനും ഒരു മാതൃകയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. ഖയ്യിം പറയാണ്, വമഹാദി ദവാഇ കുല്ലിഹാ ഫആസറ മർളാത്തുല്ലാഹി വഖൗഫ, ഈ എല്ലാ ക്ഷണിക്കുന്ന കാരണം ഉണ്ടായിട്ടും യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് പ്രാധാന്യം കൊടുത്തു. വഹമലഹു ഹുബ്ബുഹു ലില്ലാഹ് അലാ അൻ ഇഖ്താറ അസ്സിജ്ന അല സിന, ആ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടാണ് ആ വ്യഭിചാരത്തിനേക്കാൾ എനിക്ക് ജയില് മതി എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തെരഞ്ഞെടുക്കാൻ കാരണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കണം, ഈ സാഹചര്യം കൊണ്ടൊക്കെ ഒരുങ്ങിയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉണ്ടായതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആ ഒരു സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് അതിനേക്കാൾ ജയില് മതി എന്ന് പറഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, ഇവരെന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ റബ്ബ് എനിക്ക് ജയിലാണ് ഇഷ്ടം, എനിക്ക് ജയില് മതി. കാരണം അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു തിന്മക്ക് പോകരുത് എന്നുള്ള തീരുമാനം. വഅലിമ അന്നഹു ലാ യുതീഖു സർഫു ദാലിക അൻ നഫ്സിഹി, പിന്നെ കാരണം എന്താണ്, യൂസുഫ് നബിക്ക് അറിയാം യൂസുഫ് നബിയെ കൊണ്ട് അതിന് രക്ഷപ്പെടാൻ പറ്റൂല.
ഞാൻ യൂസുഫ് നബി പറയാൻ എന്റെ സ്വന്തം കൊണ്ട് കരുതി രക്ഷപ്പെടാൻ പറ്റില്ല. വഅന്ന റബ്ബഹു തആല ഇല്ലം യഅസിംഹു വയസ്രിഫ് അൻഹു കൈദഹുൻ സ്വബാ ഇലൈഹിൻ ബിതബ്ഇഹി വകാന മിനൽ ജാഹിലീൻ. കാരണം ഈ അള്ളാഹ് സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഈ പെണ്ണുങ്ങൾ വിളിച്ചതിലേക്ക് മനുഷ്യന്റെ പ്രകൃതം കാരണത്താൽ യൂസുഫ് നബി വീണുപോകും, ജാഹിലായി പോകുന്ന യൂസുഫ് നബിക്ക് ബോധമുണ്ട്. വഹാദാ മിൻ കമാലി മഅരിഫതിഹി ബിറബ്ബിഹി വബിനഫ്സിഹി. ഇതൊരുത്തന്റെ റബ്ബിനെ കുറിച്ചും സ്വന്തത്തെ കുറിച്ചുള്ള പൂർണ്ണമായ മഅരിഫത്ത് പെട്ടതാണ്. അതായത് നമുക്ക് ആദ്യം ഒരു ബോധ്യമാണ്, നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മൾ ഈ തിന്മ ചെയ്യാതെ ജീവിക്കണമെന്ന് നമ്മുടെ കൈ കൊണ്ടൊന്നല്ല, അള്ളാഹ് സംരക്ഷിച്ചുകൊണ്ടാന്നുള്ളൊരു ബോധമാണ്. ചില ആൾക്ക് ധാരണ ഉണ്ടാവും, ഞാൻ ഈ തെറ്റിലേക്കൊന്നും പോവാത്തത് ഞാൻ അത്ര തഖ്വയുള്ളതുകൊണ്ടാണ്, ഞാൻ അത്ര പിടിച്ചേക്കുന്നതുകൊണ്ടാണ്. അവൻ ജാഹിലാണ്. അള്ളാഹിനെ കുറിച്ച് സ്വന്തത്തെ കുറിച്ച് അറിവുള്ളതെന്ന് പറഞ്ഞാല് നിന്റെ കൈകൊണ്ടല്ല, അള്ളാഹിനെ കൊണ്ടാണ് ഞാൻ അതൊക്കെ തിന്മയിൽ വീണു പോവാതെ പോകുന്നുള്ള ബോധം ഉണ്ടാവുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത. എന്റെ കാര്യം കണ്ണിമ വെട്ടുന്ന നേരെ പോലും എന്നെ ഏൽപ്പിക്കരുതേ അള്ളാഹ്. അങ്ങനെ ഏൽപ്പിച്ചാൽ ഞാൻ പഴിച്ചു, ഏൽപ്പിച്ചാൽ ഞാൻ പഴിച്ചു പോകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഫീ ഹാദിഹിൽ ഖിസ്സ മിനൽ ഇബരി വൽ ഫവായിദ് വൽ ഹിക്ം മാ യസീദു അലാ അൽഫി ഫായിദ. ഈ ഒരു കഥയിലുണ്ടല്ലോ, ഈ ഒരു കഥയിലുള്ള ഗുണപാഠങ്ങളും നേട്ടങ്ങളും ഹിക്കമുകളും ഒരു ബോധനങ്ങളും 1000 ഫായിദയോളം അതിനേക്കാൾ കൂടുതലുള്ളതാണ്. ലഅല്ലനാ ഇൻ വഫഖ അല്ലാഹു അൻ നുഫ്രിദഹാ ഫി മുസന്നഫി മുസ്തഖല്ലി. അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ നാം വേറെ ഒരു കിതാബായിട്ട് അത് എഴുതും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അത് വേറെ കിതാബായിട്ട് മത്ബൂആയിട്ട് ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ ഫായിദകൾ മാത്രമായിട്ടുള്ളത്. അല്ലാതെ സഅദി റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, ഫവായിദ് മുസ്തംബത്തും മിൻ ഖിസ്സത്തി യൂസുഫ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരുപാട് ഫായിദകളുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഈ ഇഷ്ഖ് സുവർ, ഈ പ്രണയം അല്ലെങ്കിൽ ഹറാമായ ഇതുപോലെയുള്ള ഇഷ്ടങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചത്. അതിനുള്ള അടിസ്ഥാന കാര്യം, എല്ലാത്തിന്റെയും അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അതിനാണ് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. എന്നിട്ട് പ്രണയം എന്നുള്ളത് 2 രീതിയിലാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഒന്ന് സ്ത്രീകളോടുള്ളത്, അതിനാണ് ഇത് പറഞ്ഞത്. 2 പറഞ്ഞത് ലിവാത്താണ്, പുരുഷനോട് തന്നെ തോന്നുന്നത്. അതാണ് വത്തായിഫത്തു സ്ഥാനിയ, രണ്ടാമത്തെ ഇനം. അല്ലദീന ഹഖല്ലാഹു അൻഹുൽ ഇശ്ഖ ഹുമുൽ ലൂത്തിയ. ഇഷ്ഖ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ ഖുർആനിലെ രണ്ടാമത്തെ കാര്യം ലിവാത്താണ്. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞതുപോലെ, വജാഅ അഹ്ലുൽ മദീനതി യസ്തബ്ശിറൂൻ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ മലക്കുകൾ നല്ല യുവാക്കളായി വന്നപ്പോ ആളുകൾ സന്തോഷത്തോടുകൂടി ഓടി വരിക. ഖാല ഇന്ന ഹൗലായി ളൈഫി ഫലാ തഫ്ളഹൂൻ. ലൂത്ത് നബി പറഞ്ഞു, ഇതിന്റെ അതിഥികളാണ്, നിങ്ങൾ നാണം കെടുത്തരുത്. വത്തഖുല്ലാഹ് വലാ തുഖ്സൂൻ. നിങ്ങൾ എന്നെ നിന്ദ്യനാക്കരുത്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഖാലു അവലം നൻഹക അനിൽ ആലമീൻ ഖാല ഹൗലായി ബനാതി ഇൻ കുൻതും ഫാഇലീൻ. നിങ്ങൾക്ക് ഇതെന്റെ മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്, നിങ്ങൾ അവരെ ഞാൻ നിക്കാഹ് ചെയ്തു തരാം, നിങ്ങൾ അവരെ വിവാഹം കഴിച്ചോളൂ. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അല്ലാഹു പറയാണ്, നിന്റെ ആയുസ് തന്നെ, നിന്റെ ജീവിതമാണ് സത്യം. നബിയോട് പറയാണ്, അവരവരുടെ ലഹരിയിൽ അന്തമില്ലാതെ അന്ധരായി പോയിരിക്കുകയായിരുന്നു. അഥവാ ഒരു പുരുഷനോട് തോന്നുന്ന ഇഷ്ഖ്, അതാണ് ലിവാത്ത് എന്ന് പറയുന്നത്. ഇന്ന് കാലത്ത് അത് ഒരു എന്താ പറയാ, അത് ഫിത്രത്തിന് തന്നെ എതിരാണ്, അതൊരു അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ആളുകൾ. ഫഹാദിഹിൽ ഉമ്മത്തു അശിഖത് ഫഹഖാഹു സുബ്ഹാനഹു അൻ ത്വായിഫതൈൻ അശിഖ കുല്ലും മിൻഹുമാ മാ ഹുർരിമ അലൈഹി മിന സൂരി വലം യുബാലി മാ ഫീ ഇശ്ഖി മിൻ അല്ലാഹ്. അപ്പോ ഇതും ഇഷ്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന കാര്യം. അപ്പൊ ഈ 2 കാര്യങ്ങൾ, അതിനുള്ള പരിഹാരമാണ് ഇൻഷാ അല്ലാഹ്. ഇതിന് രക്ഷപ്പെടാൻ ഇതിൽ അകപ്പെട്ട ആളുകൾ ഉണ്ടാവും, ഒരുപാട് ആളുകൾ. ഒരുപക്ഷെ എന്റെ ഈ സംസാരം കേൾക്കുന്നെന്ന് മിക്സഡ് എഡ്യൂക്കേഷൻ കൊണ്ടും അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ ആധിക്യം കൊണ്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടും ഒരുപാട് ആളുകൾ അത് വീണ് പോകുന്നുണ്ട്, ദീനുള്ള ആളുകൾ പോലും. ഇപ്പോ ദീനി രംഗത്ത്, ദഅവാ രംഗത്ത് നടക്കുന്നവർ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ആളുകൾ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്ന ഒരു കാലമാണ്. കാരണം മനുഷ്യന്റെ ഒന്ന് തബഈയാണ്, ഫിത്രത്തിയാണ്, അവന് താല്പര്യം ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഖൽബിൽ കയറി കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും പരലോകവും ഫസാദാവും, തൗഹീദിന് തന്നെ എതിരായി മാറുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോ ഇതിനുള്ള എന്താണ് പരിഹാരം, എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇനി ഇഷ്ഖ് അനുവദനീയമായ മേഖലകളുണ്ട്, അത് എപ്പോഴാണ് വിവാഹത്തിലൂടെയുള്ളത്, അതും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബിൽ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.